ഒരു തുള്ളി രക്തം പോലും മാറ്റിവെക്കാതെ പൂർണ്ണമായി ചൊരിഞ്ഞവനേ, നിൻ സ്നേഹത്തിൻ ആഴവും നിൻ സ്നേഹത്തിൻ വീതിയും ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല, ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം 17-ാമത് വാക്യം. അനാഥന് അംശം കൊടുക്കാതെ ഞാൻ തനിച്ച് എൻ്റെ ആഹാരം കഴിച്ചെങ്കിൽ എന്ന് ഓർപ്പിക്കുന്ന വാക്കുകളാണ്. വിശുദ്ധ ബൈബിൾ ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ അനാഥർക്കുള്ളതും വിധവകൾക്കുള്ളതും പരദേശിക്കുള്ളതുമൊക്കെ ആ നിലകളിൽ അവർക്ക് കൊടുക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആലോചനയിൽപ്പെടുന്ന വസ്തുതകളാണ്. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നാം ഒന്ന് കടന്നു വന്നാൽ, നവോമിയോടൊപ്പം മോബാബിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന മോബാബ്യ സ്ത്രീ ആയിരിക്കുന്ന രൂത്ത് പട്ടണത്തിൽ വന്ന് അമ്മാവി അമ്മയോടൊപ്പം ദാരിദ്ര്യത്തിൻ്റെയും അനാഥത്വത്തിൻ്റെയും അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നവോമിയുടെ വാക്ക് കേട്ട് വയലിലേക്ക് കൊയ്ത്തുകാരുടെ പിന്നാലെ വീണ് കിടക്കുന്നത് പിറക്കിയെടുക്കുവാൻ വേണ്ടി കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ വയലുമായി ബന്ധപ്പെട്ട് രൂത്ത് പിറക്കുന്നത് ബോവസ് കണ്ടിട്ട് അവളോട് സംസാരിച്ചത്, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടം വിടുകയും വേണ്ട, ഇവിടെ എൻ്റെ ബാല്യക്കാരത്തികളോട് ചേർന്ന് പിറക്കിക്കൊള്ളുവാൻ വേണ്ടി അവളോട് ബോവസ് പറയുന്ന വാക്കുകളാണ്. പരദേശിയും അനാഥത്വം പേറി നിൽക്കുന്നതുമായ രൂത്തിനോട് ആ വയലിൽ നിന്ന് ആവശ്യമാകുന്നത് പിറക്കിയെടുത്തുകൊള്ളുവാൻ പറയുന്ന ഒരു ബോവസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 14-15 വാക്യത്തിൽ വരുമ്പോഴും ഭക്ഷണ സമയത്ത് ബോവസ് അവളോട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക, കഷണം ചാറിൽ മുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ അരികെ ഇരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അവൾ തിന്ന് തൃപ്തിയായി ശേഷിക്കുകയും ചെയ്തു. അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് തൻ്റെ ബാല്യക്കാരോട്, അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്, പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിടേണം, അവളെ ശകാരിക്കരുത് എന്ന് കൽപ്പിച്ചു. ഇവിടെ ബോവസ് ചെയ്തത് ദൈവത്തിൻ്റെ വചനപ്രകാരം പ്രവർത്തിക്കുക മാത്രമാണ്, മാനുഷിക മൂല്യപ്രകാരം ചെയ്യേണ്ടുന്ന പ്രവൃത്തികൾ ചെയ്യുക മാത്രമാണ് എന്ന് നാം തിരിച്ചറിയണം. ദൈവം നമ്മോടും പറയുന്നത് അതുതന്നെയാണ്. കൊടുക്കേണ്ടവർക്ക് കൊടുക്കുവാൻ നിങ്ങൾ മനസ്സുള്ളവരായി തീരുന്നു എങ്കിൽ നിങ്ങൾക്കും അത് നന്മയായി തീരുമെന്നാണ്. ആകയാൽ നാം ചെയ്യേണ്ടത് ചെയ്യുവാനും ആ നിലകളിൽ പ്രവർത്തിപ്പാനും നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം എൻ്റെ കേൾവിക്കാരായി നിങ്ങൾക്കെല്ലാവർക്കും കൃപ പകരട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ
കൊടുക്കേണ്ടത് കൊടുക്കുന്നവരും ചെയ്യേണ്ടത് ചെയ്യുന്നവരുമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനാഥരുടെ അംശം ഞങ്ങൾ പിടിച്ചു വെക്കുന്നവരായിട്ടല്ല, അതവർക്ക് കൊടുക്കുന്നവരാകുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.